മാത്രമല്ല, ഞാൻ ആ സത്യത്തിൽ ശക്തമായി വിശ്വസിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ അയ്യപ്പ വിശ്വാസിയാണ്. ആ മകരജ്യോതിയും മകരവിളക്കും രണ്ടാണ്. ഈ സത്യത്തിൻ്റെ കൗതുകം ഇപ്പോഴും നമ്മുടെ ഗവൺമെൻറ് ഇത് അംഗീകരിച്ചിട്ടില്ല. ഇപ്പോഴും മലയേറിയന്മാർക്ക് അവകാശം തിരിച്ചു കൊടുത്തിട്ടില്ല. ഹൈക്കോടതിയിൽ എൻ്റെ കേസ് കിടക്കുകയാണ്. മലയേറിയന്മാർക്ക് ഇതിൻ്റെ റൈറ്റ് തിരിച്ചു കൊടുക്കണമെന്ന് പറയുന്ന കേസ് കിടക്കുക. പക്ഷേ ഇപ്പോഴും നമ്മുടെ സർക്കാർ ഈ മകരജ്യോതിയും മകരവിളക്കും അടക്കമുള്ള വിഷയങ്ങളിലെ വ്യത്യാസവും മറ്റും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ കാര്യം ഈ സത്യം പറയാനുള്ള മടിയാണ്. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ നിന്ന് ഞാൻ പറഞ്ഞ മറ്റൊരു സത്യം, 4-1 എന്ന സുപ്രീം കോടതിയുടെ വിധിന്യായം, ശബരിമലയിലെ വിധിന്യായം ശ്രദ്ധിച്ചു കാണും. അതിലും ആദ്യം ജയിലിൽ പോയതും ജയിലിൽ കിടന്നതും പട്ടിണി കിടന്നതും ഞാനാണ്. ആത്യന്തികമായ ഇതിൻ്റെ നിലപാടിലേക്ക് എല്ലാവരും വന്നു എന്ന് നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുക. ഞാൻ സത്യമേ പറയുള്ളൂ എന്ന് പറയുന്നതിൻ്റെ പശ്ചാത്തലം പറയാൻ വേണ്ടിയിട്ടാണ്. കേരള സംസ്ഥാനം, കേരള സ്റ്റേറ്റ് ഭരണകൂടം കഴിഞ്ഞ 70 വർഷങ്ങളായി പറയാത്ത മകരജ്യോതിയും മകരവിളക്കും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ 4-1 എന്ന എതിർവിധി ന്യായം ഒരു രാഷ്ട്രീയ കക്ഷികളും സപ്പോർട്ട് ചെയ്യാനില്ലാതെ ഞങ്ങൾ പോരാടി തുടങ്ങി. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്തു. ഞാനടക്കം അന്നും ജയിലിൽ പട്ടിണി കിടന്നതാണ്. അതുകൊണ്ട് ജയിലിൽ കിടക്കുന്നതും പട്ടിണി കിടക്കുന്നതും എനിക്ക് പുത്തരിയല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ നാട്ടിലെ സത്യം വളരെ സിമ്പിളാണ്, ഈ കള്ളങ്ങളാണ് കോംപ്ലക്സ്. സത്യം വളരെ സിമ്പിളും ലഘുവുമാണ്, ഈ കള്ളങ്ങളാണ് ഇങ്ങനെ സങ്കീർണമായി പറയേണ്ടി വരുന്നത്. അപ്പം നമ്മുടെ സ്റ്റേറ്റ് ഭരണകൂടം അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം, ഓർക്കുക, വേറെ ആരെയും ഞാൻ പറയുന്നില്ല, സ്റ്റേറ്റും സിസ്റ്റവും അങ്ങനെ ധാരാളം അസത്യങ്ങളും വാസ്തവങ്ങളല്ലാത്ത കാര്യം പറയുന്നു. ഞാൻ പലപ്പോഴും ചൂണ്ടിക്കാട്ടുന്നൊരു കാര്യമാണ്. അതേപോലെ നമ്മുടെ ഇന്ത്യയുടെ കൊടി എത്ര സിമ്പിളായിട്ട് ഗാന്ധിജി എഴുതി വെച്ചിട്ടുണ്ട്. ഹിന്ദു പ്ലസ് ക്രിസ്ത്യൻ പ്ലസ് മുസ്ലിമാണ് ഈ കൊടിയുടെ അർത്ഥം. നമ്മൾ മതസൗഹാർദ്ദത്തോട് ജീവിക്കണമെന്നുള്ളതാണ്. പക്ഷേ നമ്മൾ പഠിക്കുന്ന പുസ്തകങ്ങൾ, നമ്മുടെ ചരിത്രാധ്യാപകന്മാർ നമ്മളോട് ഈ സിസ്റ്റം അവരുടേതായ വ്യാഖ്യാനങ്ങളും മറ്റും പറയുകയാണ്. ഞാനിത് ഈ ആമുഖമായി പറഞ്ഞു തുടങ്ങിയതിൻ്റെ കാര്യം, ഈ സത്യങ്ങൾ പറയുന്നതിന് നമ്മൾ മടിക്കരുത്. അങ്ങനെ സത്യങ്ങൾ പറയുന്നതിന് മടിച്ചാൽ ഒരു രാജ്യം നിലനിൽക്കില്ല. അതുകൊണ്ടാണ് മകരവിളക്ക് മകരജ്യോതി പോലൊരു സെൻസിറ്റീവായ കാര്യം സുപ്രീം കോടതിയുടെ 4-1 വിധിന്യായം, ഓർക്കുക, ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയുടെ 4-1 വിധിന്യായം ഇന്ന് തെറ്റാണെന്ന് എല്ലാവർക്കും അംഗീകാരം ഉണ്ടല്ലോ അല്ലേ? ഇന്ന് മാധ്യമങ്ങളുടെ ഉള്ളിലും, എന്നോട് സമ്മതിക്കണ്ട, പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ആ വിധിന്യായം തെറ്റാണെന്ന് അംഗീകാരം ഉണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ നടപ്പാക്കാതിരിക്കുന്നത്. അല്ലെങ്കിൽ ഇന്ത്യയുടെ കൊടി, ഇതെല്ലാം പറയുന്നതിന് യാതൊരു മടിയും കാണിക്കാത്ത വ്യക്തിയാണ് ഞാൻ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് 2-3 കാര്യങ്ങൾ. ഇതിൽ എൻ്റെ കാര്യവും ഞാൻ എഴുതിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ കാര്യം സെക്കൻഡറി ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതിലെ ഒരു വരി ഡിലീറ്റ് ചെയ്യാൻ പോയതുകൊണ്ടാണ് 15 മിനിറ്റ് ഡിലേ ആയത്. കാര്യം അത് കേസിൻ്റെ കാര്യം പറയരുത് എന്ന് എൻ്റെ ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റ് കുഴപ്പമില്ലായിരുന്നു. സുപ്രീം കോടതിയിലെ അഡ്വക്കേറ്റ് പറഞ്ഞു, ഇനി നാളെ നിൻ്റെ ജാമ്യം എല്ലാം ക്യാൻസലായി സുപ്രീം കോടതിയിൽ വരേണ്ടി വന്നാൽ ഇത് നിനക്കൊരു പ്രശ്നമാവും. അതുകൊണ്ട് നോട്ടീസിൻ്റെ കാര്യത്തെക്കുറിച്ചൊന്നും പറയണ്ട. ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, പുള്ളി എന്നെ കൊണ്ട് ഡിലീറ്റ് ചെയ്യിച്ചു. അതാണ് 15 മിനിറ്റ് താമസം. അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിക്കാം. വളരെ സീരിയസ് ആയി നിങ്ങൾ എടുക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ആയിരക്കണക്കിന്, പ്രത്യേകിച്ച് കല്യാണം കഴിച്ചവരാണ് ഇവിടെ ഇരിക്കുന്നതെങ്കിൽ, ഭർത്താക്കന്മാരാണ് ഇവിടെ ഇരിക്കുന്നതെങ്കിൽ ദയവായി ശ്രദ്ധിക്കണം. ഓവർനൈറ്റ് നമ്മൾ ക്രിമിനൽ ആകുന്ന ഒരു അവസ്ഥയാണ്. ശ്രീ ശശി തരൂർന്ന് ഞാനൊക്കെ ഏറെ ആരാധിക്കുന്ന ആദരിക്കുന്ന വിശ്വപൗരൻ ഒരു ക്രിമിനലൈസേഷൻ ഓഫ് മാരിറ്റൽ റേപ്പ് ബിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ പുരുഷ കമ്മീഷൻ ഏറ്റവും സീരിയസ് ആയി എതിർക്കാൻ പോകുന്ന വിഷയങ്ങളിലൊന്നും ഇതാണ്. അതായത് ഈ ഭർത്താവ് തന്നെ 10 വർഷം മുമ്പ് റേപ്പ് ചെയ്തു എന്നൊരു ഭാര്യ പരാതി കൊടുക്കുകയാണെങ്കിൽ ആ ഭർത്താവിന് 7 മുതൽ 10 വർഷം വരെ ജയിലിൽ കിടക്കാൻ പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഇനി ഇതാരാ ഉപയോഗിക്കുന്നത്? ഭാര്യയുടെ അഡ്വക്കേറ്റ്സ് നാളെ ഡിവോഴ്സിൻ്റെ സമയത്ത് അല്ലെങ്കിൽ കുട്ടികളുടെ കസ്റ്റഡി ബാറ്റിലിൽ പുരുഷനെ സമ്മർദ്ദത്തിലാക്കാൻ ഈസിയായി പ്രഷറൈസ് ചെയ്യാൻ വേണ്ടി ഈ ബില്ല് ഉപയോഗിക്കപ്പെടും. ഇതിൽ സെക്ഷൻ 5, 6, 8 ശ്രീ ശശി തരൂർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്, കുറച്ച് ചെക്സ് ആൻഡ് ബാലൻസസിന് വേണ്ടി. പക്ഷേ ഇന്ന് 498A ദുരുപയോഗം ചെയ്യുന്നത് ഇരുട്ടി വെളുക്കുമ്പോൾ, അതായത് ഇത് നാളെ ശശി തരൂറിനെ പോലെ വളരെ പ്രഭാവശാലിയായ ഒരു വ്യക്തി അവതരിപ്പിച്ച് കൂടുതൽ സ്വീകാരം നേടി ബില്ലായാൽ ഇരുട്ടി വെളുക്കുന്നതോടുകൂടി ഭർത്താക്കന്മാരെ 7 മുതൽ 10 വർഷം ജയിലിൽ വ്യാജ പരാതികളിൽ ഇടാനുള്ള സാധ്യത തെളിയുകയാണ്. നാളെ ഇന്ന് പലപ്പോഴും വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ ഡിഫൻസ് നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ കാലതാമസം ഉണ്ടായി തുടങ്ങിയ കുറേ കാര്യങ്ങളാണ്. കാലതാമസം ഉണ്ടായി, അതിനുശേഷവും നല്ല ബന്ധത്തിലുണ്ടായിരുന്നു, അതിനുശേഷവും ഞങ്ങൾ വാട്സപ്പിൽ ചിരിച്ചു സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കോടതി വെറുതെ വിടുന്നത്. എന്നാൽ ഭർത്താവിൻ്റെ കാര്യത്തിൽ ആ കാര്യങ്ങളൊന്നും ആപ്ലിക്കബിൾ ആവില്ലെന്ന് മാത്രമല്ല, ഭർത്താവ് തന്നെ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ചെയ്ത് ലൈംഗികതയിലേക്ക് നയിച്ചു എന്ന് പറഞ്ഞാൽ ഭർത്താവിനെ 7 മുതൽ 10 വർഷം വരെ ജയിലിൽ ഇടാനുള്ള വകുപ്പാണ് യഥാർത്ഥത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ 2-3 കാര്യങ്ങൾ എൻ്റെ കേസിലേക്ക് വരുന്നതിന് മുമ്പ് ഉയർത്താൻ ആഗ്രഹിക്കുന്നത്, ശ്രീ ശശി തരൂർ ഉയർത്തിയ പ്രശ്നം സീരിയസ് ആണ്. കാര്യം 83%
18-നും 49-നും ഇടയ്ക്കുള്ള സ്ത്രീകളിൽ സെക്ഷൽ വയലൻസ് ഭർത്താക്കന്മാരിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ടെന്നാണ് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ പറയുന്നത്. അതൊരു സീരിയസ് ആയ പ്രശ്നമാണ്. അതാണ് ഈ കെട്ടിയോളാണെൻ്റെ മാലാഖ തുടങ്ങിയ സിനിമകളിൽ ആസിഫ് അലിയുടെ സിനിമകളിലും കാര്യങ്ങളിലും ഒക്കെ സൂചിപ്പിക്കുന്നത്. പക്ഷേ അതിൻ്റെ പ്രതിവിധി ക്രിമിനലൈസേഷൻ അല്ല, പകരം അതിൻ്റെ പ്രതിവിധി ക്രിസ്തീയ സഭകളൊക്കെ ചെയ്യുന്നത് പോലെ മാരിറ്റൽ എഡ്യൂക്കേഷനാണ്. ആ മാരിറ്റൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിന് പകരം ക്രിമിനലൈസ് ചെയ്യുമ്പോഴാണ് പ്രശ്നം. ഇനി രണ്ടാമത്തെ പേജ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി, രാഹുൽ ഈശ്വറിന്റെ അഭിപ്രായമല്ല, സുപ്രീം കോടതി 2 പ്രധാനപ്പെട്ട കേസ്, ഒന്ന് സുശീൽ കുമാർ ശർമ്മ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ അടക്കമുള്ള കേസുകളിൽ സുപ്രീം കോടതി ഉപയോഗിക്കുന്ന പ്രയോഗം പുരുഷന്മാർക്കെതിരെയുള്ള വ്യാജ പരാതികൾ ലീഗൽ ടെററിസം എന്നാണ്. ഓർക്കുക, ഈ വാക്ക് നമ്മളല്ല ഉപയോഗിക്കുന്നത്, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ലീഗൽ ടെററിസം, അതായത് വ്യാജ പരാതികളുടെ നിയമം മൂലമുള്ള ഭീകരവാദത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇനി എൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ, എൻ്റെ കേസ് സബ്ജുഡീസ് ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നിയമ സംവിധാനത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കള്ളക്കേസിൽ നിന്ന് ബഹുമാനപ്പെട്ട കോടതി കുറ്റവിമുക്തനാക്കുമെന്ന പൂർണ്ണ വിശ്വാസമുണ്ട്. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ഞാനത് വീണ്ടും പറയുന്നില്ല, പക്ഷേ നിങ്ങളതൊന്ന് അന്വേഷിക്കണം. യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെ അടിസ്ഥാന പ്രക്രിയയാണ് നോട്ടീസ് തന്നിട്ട് അറസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെയാണോ സംഭവിച്ചത് നിങ്ങൾ അന്വേഷിക്കണം. അങ്ങനെയാണോ സംഭവിച്ചത്? കോടതികളിൽ കള്ളം പറയുന്നത്, കോടതികളിൽ കള്ളം എഴുതി കൊടുക്കുന്നതൊക്കെ ശരിയാണോ എന്ന് നിങ്ങൾ ദയവായി ഒന്ന് അന്വേഷിക്കണം. അതായത് കോടതികളിൽ പോലീസും പ്രോസിക്യൂഷനും കള്ളങ്ങൾ എഴുതി കൊടുക്കുന്നത് എൻ്റെ കാര്യമല്ല, ഞാൻ ജനറലി ചോദിക്കുകയാണ്. കോടതികളിൽ കള്ളം എഴുതി കൊടുത്തു കഴിഞ്ഞാലേ നാളെ നാട്ടുകാർ എന്ത് ചെയ്യും? അതായത് ഞാൻ പലപ്പോഴും ശബ്ദമുയർത്തി സംസാരിച്ചു എന്നൊക്കെയുള്ള വിമർശനങ്ങൾ വന്നു. എന്നെ ഞാൻ ബഹുമാനത്തോടെ കാണുന്നു, ഞാൻ അംഗീകരിക്കുന്നു, അത് അവസാനം ഞാൻ എഴുതിയിട്ടുമുണ്ട്. പക്ഷെ കോടതികൾ അങ്ങനെ കള്ളം എഴുതി കൊടുത്താൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാണ്? അതായത് ഒരു സൈഡിൽ പോലീസും പ്രോസിക്യൂഷനും നിന്ന് വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞാൽ, എന്നോട് പറഞ്ഞ് കള്ളമെന്ന വാക്ക് പറയരുത്, വാസ്തവ വിരുദ്ധം, സത്യവിരുദ്ധം എന്നൊക്കെ പറയണോ? കള്ളമെന്ന വാക്ക് വളരെ ഇമോഷണൽ വാക്കാണ്, അതുകൊണ്ട് ഞാൻ അത് പറയുന്നത്. സത്യവിരുദ്ധവും വാസ്തവ വിരുദ്ധവുമായ കാര്യങ്ങൾ മറുഭാഗത്ത് സ്റ്റേറ്റ് നിന്ന് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അതായത് പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇനി 11-ാം തീയതി ജാമ്യം കിട്ടേണ്ടതായിരുന്നു. അതായത് 11-ാം തീയതി ജാമ്യം കിട്ടേണ്ട അവസ്ഥയാണ്. 11-ാം തീയതി ഇതേപോലെ കയറി വാസ്തവ വിരുദ്ധമായ വേറൊരു കാര്യം പറയുകയാണ്, ഒരു റിപ്പോർട്ടിനെ കുറിച്ച്. ദയവായി നിങ്ങൾ അന്വേഷിക്കണം. എന്ത് ചെയ്യാനാണ്? അതായത് ഒരു കോടതിയിൽ കയറി നിന്നവർ പറയുകയാണ് ഞങ്ങൾക്ക് കിട്ടേണ്ട ഒരു കാര്യം കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഒരു 4 ദിവസം കൂടെ ജയിലിൽ കിടക്കട്ടെ, ഇതാണ് ആറ്റിറ്റ്യൂഡ്. അപ്പോൾ അങ്ങനെ പ്രൊസീജിയറിൽ കള്ളം പറഞ്ഞാലേ എന്താ പിന്നെ ഒരാൾക്ക് രക്ഷയും കാര്യങ്ങളും ഉള്ളത്? ഞാൻ ശരിക്കും ഒരു 3-4 വരി എൻ്റെ കാര്യത്തിൽ എഴുതിയിരുന്നു. അപ്പം ഇൻ കേസ് ഏതെങ്കിലും രീതിയിൽ കോടതികളിലേക്ക് വല്ലതും മൂവ് ചെയ്യേണ്ടി വന്നാൽ ഞാനിത് പറഞ്ഞെന്ന് പറഞ്ഞാൽ അതൊരു ഗ്രൗണ്ട് ആക്കും എന്ന് പറയാനുള്ള കാരണം, രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വീഡിയോ ചെയ്യും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് കോടതിയിൽ പ്രസന്റ് ചെയ്ത് എങ്ങനെയാണെന്നറിയാം? അതിജീവിതയെ വീണ്ടും അധിക്ഷേപിക്കുമെന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനെപ്പോൾ അങ്ങനെ പറഞ്ഞു? അതായത് എന്ത് ഈസിയായിട്ട് ഫ്ലിപ്പ് ചെയ്തു നോക്കും. അതായത് രാഹുൽ മാങ്കൂട്ട് സാർ, എനിക്ക് ഇപ്പം ഞാൻ പറഞ്ഞതല്ലേ കോടതികൾ പറഞ്ഞത്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള 2 ഈ വ്യാജ ബലാത്സംഗ പരാതി കേസിൽ, ബാക്കി പരാതി കേസിലല്ല, വ്യാജ ബലാത്സംഗ പരാതി കേസിൽ ഞാൻ പറഞ്ഞതല്ലേ കോടതി പറഞ്ഞു, സംശയം പ്രകടിപ്പിച്ചു, അത് നിലനിൽക്കില്ലെന്ന് പറഞ്ഞു. ഒരു കേസ് നിലനിൽക്കില്ല എന്ന് കോടതി പറഞ്ഞാൽ അതിനർത്ഥം പരാതി വ്യാജമാണെന്നല്ലേ? ഇത് തന്നെയല്ലേ കോടതി പറഞ്ഞത്? അപ്പം ഞാൻ ഇനി അതിൻ്റെ മെറിറ്റിലേക്ക് കടക്കുന്നില്ല. ഇത് ഞാൻ പറഞ്ഞപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുകൂലിച്ച്, എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനോട് ഒരു വ്യക്തിബന്ധവും ഇല്ല കേട്ടോ, എനിക്കങ്ങനെ പ്രത്യേകിച്ച് സുഹൃത്തോ, ഞങ്ങൾ മറുഭാഗത്ത് നിന്ന് ഡിബേറ്റ് ചെയ്യുന്ന, പക്ഷേ അവർ വ്യാഖ്യാനിച്ച് എങ്ങനെ അറിയാം? അതിജീവിതയെ ഇനി അധിക്ഷേപിക്കും ഇയാൾ പറഞ്ഞു. എവിടെയാണ് അധിക്ഷേപിച്ചത്? എനിക്ക് സത്യം പറഞ്ഞാൽ പറയണമെന്ന് നാക്കിൻ്റെ അറ്റത്തുണ്ട്. നിങ്ങൾ ഒന്ന് അന്വേഷിക്കണം. എനിക്കെതിരെ ഉന്നയിച്ച 3 ആരോപണങ്ങൾ ഒരു കാര്യമെങ്കിലും ഞാൻ ചെയ്തോ എന്നൊന്ന് അന്വേഷിക്കണം. എനിക്കത് പറയാൻ പോലുള്ള ഒരു ലിബർട്ടി ഇല്ല. അതായത് എനിക്ക് നേരെ വ്യാജ കള്ള അല്ലെങ്കിൽ ശരിയല്ലാത്ത പരാതികളോ സത്യമല്ലാത്ത പരാതികളോ വന്നു, അത് പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ല. ഞാൻ ഷെയർ ചെയ്ത ഫോട്ടോയും കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടിട്ടുള്ളതല്ലേ? എന്ത് ചെയ്യാൻ ഞാൻ ആലോചിക്കുന്നത്, തിരിച്ച് നിങ്ങളിൽ ഒരാൾക്കോ നമ്മുടെ സഹോദരനോ മകനോ സുഹൃത്തിനോ ഇത് വരികയാണെങ്കിലേ എന്തൊരവസ്ഥയാണ്. അതായത് എനിക്കെതിരെ സത്യവിരുദ്ധമായി ചില കാര്യങ്ങൾ ചെയ്തിട്ട് അത് സത്യവിരുദ്ധമാണെന്ന് പറയാൻ പോലും പറ്റില്ല. കാര്യം പറ്റുകയാണെങ്കിൽ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ചെലുത്തി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് ഈ ലാസ്റ്റ് വേണ്ടി ഞാൻ അവസാനം എൻ്റെ സുപ്രീം കോടതിയിലെ അഭിഭാഷകനോട് അടി കൂടിയിട്ടാണ് പറഞ്ഞത്, ഞാൻ കള്ളക്കേസ് എന്തെങ്കിലും ഒരു വാക്ക് വെക്കും, ഇല്ലെങ്കിൽ ഞാൻ പ്രസ് മീറ്റ് വിളിക്കുന്നതിന് അർത്ഥമില്ല, കള്ളക്കേസ് എന്തെങ്കിലും ഒരു വാക്ക് വെക്കും. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എൻ്റെ ഇത്രയേ ഉള്ളൂ. ശശി തരൂർ സാറിൻ്റെ വിഷയത്തിന് വേണ്ടിയാണ് ഈ പ്രസ് മീറ്റ് വിളിക്കുന്നത്. പക്ഷേ എൻ്റെ കാര്യം തീർച്ചയായും ഞാൻ പറയണമെന്നുള്ളത് കൊണ്ട് എന്തൊരനീതിയാണെന്ന് ആലോചിക്കണം. 16 ദിവസം
എന്തൊരു അനീതിയാണ് സംഭവിച്ചതെന്ന് നിങ്ങൾ അന്വേഷിക്കണം. അത് ശരിയെന്ന് നിങ്ങൾക്ക് സത്യവും തോന്നുന്നുണ്ടെങ്കിൽ ദയവായി അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കണം. ഈ ശ്രീ ദിലീപിൻ്റെ കാര്യത്തിൽ ഒരു കാര്യം, ഞാൻ ശ്രീ ദിലീപിൻ്റെ കാര്യത്തിൽ ആദ്യം മുതലേ എടുക്കുന്ന നിലപാടുകൾ കോടതിയുടെ അടക്കം സാധൂകരണവും പറഞ്ഞ ഓരോ കാര്യങ്ങളും ശരിയായി വന്നില്ലേ. പക്ഷേ എനിക്ക് മാധ്യമങ്ങളോട് പറയാനുള്ളത്, ഞാൻ ശരിയായി എന്ന് പറയാനല്ല ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നത്. പകരം നമ്മുടെ സമൂഹത്തിന് തെറ്റിപ്പോയി എന്നുള്ളൊരു തിരിച്ചറിവ് വേണം. ആ വീട്ടിലും പുള്ളിക്കൊരു അമ്മയുണ്ട്, അമ്മയില്ലേ? ആ വീട്ടിൽ പുള്ളിക്കൊരു ഭാര്യയില്ലേ? 2 പെൺമക്കളല്ലേ അവിടെ ഉള്ളത്? എത്ര കാലം അദ്ദേഹത്തെ വേട്ടയാടി. എന്നിട്ട് ഞാൻ ജയിലിൽ പോകുമ്പോൾ, അതായത് ഹോസ്പിറ്റലിൽ പോകുമ്പോഴാണ് കണ്ടത്. അന്ന് ഞാൻ അകത്ത് കിടക്കുകയാണ്, 8-ാം തീയതി വിധി വരുമ്പോൾ ഞാൻ അറസ്റ്റിലാണ്. ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കണ്ടു ചില ചാനലുകൾ, എല്ലാവരും ഒന്നും പറയുന്നില്ല, ഇപ്പോഴും പുള്ളി എന്തോ വലിയ തെറ്റ് ചെയ്തു എന്നും ഇതിൻ്റെ പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ടെന്നും ചിത്രീകരിക്കുന്നതേ എന്ത് ആത്മാർത്ഥതയാണ്. കോടതി എടുത്തെടുത്ത് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടതല്ലേ. ഇനി ഞാൻ 1500 പേര് വായിച്ചില്ല കേട്ടോ, ചാറ്റ് GPT-യിലൊക്കെ ഇട്ട് സമ്മറൈസ് ചെയ്താണ് വായിച്ചത്. പറഞ്ഞ ഓരോ കാര്യങ്ങളും ശരിയല്ല. നിങ്ങൾ മാധ്യമങ്ങളോട് ഒരു കാര്യം ചോദിക്കാം, നിങ്ങൾ മാധ്യമങ്ങൾക്കെല്ലാം, എൻ്റെ കേസ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പോലീസും പ്രോസിക്യൂഷനും ഒരു ഫോട്ടോ ചോർത്തിയതെന്ന് ഓർമ്മയുണ്ടോ? പൾസർ സുനിയും ദിലീപും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ കിട്ടി, ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള ഫോട്ടോ എന്ന് പറഞ്ഞു. എവിടെയാ ഫോട്ടോ? ഒന്ന് ആലോചിച്ച് നോക്കുക. നടക്കുന്ന കള്ളത്തരത്തിൻ്റെ എക്സ്റ്റെൻറ്റ് ആലോചിച്ച് നോക്കുക. രാഹുൽ ഈശ്വർ കുറച്ചുകൂടെ സാധാരണക്കാരനാണ്, 16 ദിവസമേ ജയിലിൽ കിടന്നുള്ളൂ. ശ്രീ ദിലീപ് 85 ദിവസം ജയിലിൽ കിടന്നു. പൾസർ സുനിയും ദിലീപും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ഞങ്ങൾക്ക് ലഭിച്ചു. ഏത് കോടതിയും ജാമ്യം നിഷേധിക്കില്ലേ? ആ ഫോട്ടോ എന്തായിരുന്നു? ഫോട്ടോഷോപ്പായിരുന്നു. പോലീസുകാർ ഫോട്ടോഷോപ്പ് ചെയ്ത് തുടങ്ങിയാൽ എവിടെ ഈ രാജ്യം ചെന്ന് നിൽക്കും?